രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ചർച്ചകളിൽ ഇടം പിടിച്ച മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം മുന്നിൽ ഉള്ളപ്പോൾ വിജയം സുനിശ്ചിതമാണെന്നാണ് മുന്നണികളുടെ അവകാശവാദം. മലയാളികൾ ഏവരും ചോദിച്ച ചോദ്യങ്ങളിലൊന്നാണ് ആരെടുക്കും തൃശൂർ എന്നത്. അതിന് ഉത്തരം തേടുന്ന തിരഞ്ഞെടുപ്പിന്റെ അവസാന കൂട്ടിക്കിഴിക്കലും കണക്കെടുപ്പും പൂർത്തിയാകുമ്പോൾ മുൻതൂക്കം ആർക്കെന്ന് പറയാനാകുന്നില്ല. പക്ഷേ വിജയം ഉറപ്പിച്ചു പറയുകയാണ് മൂന്ന് മുന്നണികളും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ച് ആലോചിക്കും മുൻപ് തന്നെ BJP സുരേഷ് ഗോപിക്കായി നടത്തിയ പ്രചാരണം. അപ്രതീക്ഷിത മാസ് എൻട്രിയുമായി തട്ടകം മാറിയെത്തിയ കോൺഗ്രസിന്റെ ക്രൈസിസ് മാനേജർ കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരാജയമറിയാത്ത VS സുനിൽകുമാർ എന്ന ജനകീയ നേതാവിന്റെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ശക്തന്റെ തട്ടകത്തിൽ നടക്കുന്ന പോരാട്ടത്തെ അടയാളപ്പെടുത്താനാകുന്ന വിശേഷണങ്ങൾ ഏറെയാണ്. പക്ഷേ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരത്തിന്റെ ഫലത്തെക്കുറിച്ച് സമാന അഭിപ്രായമാണ് നേതാക്കൾ പങ്കുവെക്കുന്നത്. ഫലത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ LDF ജയിക്കും. VS സുനിൽകുമാർ നല്ല ഭൂരിപക്ഷത്തിൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യം സംശയരഹിതമായ ഒരു കാര്യമാണ്, 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യം. ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ നല്ല വിജയം UDF ഉണ്ട്, BJP ഉണ്ട്. ഇവിടെ BJP വിജയിക്കാനൊന്നും പോകുന്നില്ല, ഒരു നിലയിലും വിജയിക്കില്ല എന്ന് മാത്രമല്ല, BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് പോകും. 50,000-നും 80,000-നും ഇടയിൽ വോട്ടുകൾ നേടി മുന്നണി തലത്തിൽ നടത്തിയ അവലോകനങ്ങൾക്ക് ശേഷമുള്ള LDFന്റെ കണക്കുകൂട്ടൽ 93,000-ൽ പരം വോട്ടുകൾ നേടി 2019-നേക്കാൾ മാർജിനിലുള്ള കെ മുരളീധരന്റെ വിജയം UDFും സ്വപ്നം കാണുന്നു. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ വിജയ പ്രതീക്ഷയുണ്ട്. 2019-ൽ നേടിയ വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിന് ഉജ്ജ്വല വിജയം നേടാൻ ഞങ്ങൾക്ക് സാധിക്കും. മുസ്ലിം വോട്ടുകൾ ഭൂരിപക്ഷമുള്ള തീരദേശ മേഖലയിൽ NDAക്ക് പ്രതീക്ഷയില്ല. എങ്കിലും മണ്ഡലത്തിൽ ഉടനീളം വോട്ടുകൾ വിഭജിക്കപ്പെടുമെന്നും അതിലൂടെ നേട്ടമുണ്ടാക്കാനാകുമെന്നുമാണ് BJP കരുതുന്നത്. തൃശ്ശൂരിൽ തവണ 100% BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കും. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിട്ടിട്ടുള്ളത്. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ സുരേഷ് ഗോപി ആയിരിക്കും അടുത്ത സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്കാണ് ഭാരതീയ ജനതാ പാർട്ടി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. ആകെയുള്ള 14,83,055 വോട്ടർമാരിൽ 10,81,125 പേരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. 2019-ൽ രേഖപ്പെടുത്തിയ 77.86% പോളിംഗിൽ നിന്നും ഇത്തവണയുണ്ടായത് 4%-ന്റെ കുറവ്. കാച്ചിയും കുറുക്കിയും എടുത്ത കണക്കുകളാണ് മുന്നണികൾക്കുള്ളത്. ജൂൺ 4 വരെ മാത്രം ആയുസ്സുള്ള ആ കണക്കുകളെ ഒഴിവാക്കിയാൽ തൃശൂർ ആരെടുക്കുമെന്നറിയാൻ ഇനിയും കാത്തിരിക്കുക തന്നെ വേണം. ന്യൂസ് മലയാളം, തൃശൂർ.